തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ചർച്ചകളിൽ ചുറ്റിത്തിരിഞ്ഞ് UDF. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന അഭിപ്രായവുമായി കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. VD സതീശനെ പിന്തുണച്ച് പ്രതികരണം നടത്തിയ എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ AI ഗ്രൂപ്പുകൾ തള്ളി. മുഖ്യമന്ത്രി പദം ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടില്ലെന്ന മുസ്ലിം ലീഗ് നേതാക്കൾ പരസ്യമായി പറയുന്നുണ്ടെങ്കിലും ഉചിതമായ സമയത്ത് ചർച്ചയാകാമെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയ്ക്കാണ് പിന്തുണയെന്ന് ആദ്യം പരസ്യമായി പറഞ്ഞത് K. സുധാകരൻ. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു. വലിയ വിജയം ലക്ഷ്യമിടുന്ന കോൺഗ്രസിൽ അണിയറ കരുനീക്കങ്ങൾ സജീവമെന്ന സൂചന നൽകുന്നതാണ് ഈ പ്രതികരണങ്ങൾ. ഷിയാസിന്റെ പ്രസ്താവനയെ KC വേണുഗോപാൽ പക്ഷത്തുള്ള M. ലിജു തള്ളിയിരുന്നു. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് നേതാക്കൾ പിന്തിരിയണമെന്ന് A ഗ്രൂപ്പ് നേതാവ് KC ജോസഫ് ആവശ്യപ്പെട്ടു. ഫലം വരുന്നതിന് മുൻപുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ജനം തള്ളുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. കോൺഗ്രസ് അതിലേക്ക് കടന്നിട്ടില്ല. അതിനൊക്കെ ഞങ്ങൾക്ക് ചില സംവിധാനങ്ങളുണ്ട്. 4-ാം തീയതി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. ഞാൻ ഏകോപക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആരും പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മാത്രമല്ല, അങ്ങനെ ചർച്ചയിലേക്ക് പോകുന്നതിന് ശരിയല്ല. ജനം എന്ത് പറയും? കോൺഗ്രസ് പാർട്ടിയുടെ രീതി എന്താണ്? ജയിച്ച MLA-മാരുടെ ഉപദേശം ചോദിച്ചിട്ട് അവർ അവസാനത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. ഞങ്ങൾ ജയിച്ച മുഖ്യമന്ത്രി ഉണ്ടാവും. ആരാണ്, എവിടെയാണ്, ഏത് നഗരത്താണ് പറയാൻ ഒരു സാധ്യത. ഫലം വരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ തുടങ്ങിയ ചർച്ചകൾ എതിരാളികൾക്ക് ആയുധമാകുമെന്നും വിജയത്തിന്റെ ശോഭ കെടുത്തുമെന്നും കോൺഗ്രസിലും UDF-ലും അഭിപ്രായമുണ്ട്. കോൺഗ്രസിൻ്റെതായ ഒരു രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ, കോൺഗ്രസ് നിയമസഭാ സാമാജികരുടെ അഭിപ്രായമെല്ലാം വിലയിരുത്തിക്കൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് കൃത്യമായൊരു തീരുമാനമെടുക്കും. അതാണ് കോൺഗ്രസിന്റെ രീതി. അതേസമയം അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടില്ലെന്ന് മുതിർന്ന നേതാവ് KNA ഖാദർ പ്രതികരിച്ചു. ഇത്ര മന്ത്രിമാരെ കിട്ടണം, ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടണം, അത് വേണം ഇത് വേണം എന്നൊക്കെ ഒരു വാശി പിടിച്ചിട്ട് ഏതെങ്കിലും കുഞ്ഞുങ്ങളെ പോലുള്ളൊരു പെരുമാറ്റം വളരെ പരിപക്വമായ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ഉചിതമായ സമയത്ത് ഉപമുഖ്യമന്ത്രി പദത്തിൽ ഉൾപ്പെടെ ചർച്ചയാകാമെന്നാണ് മുസ്ലിം ലീഗിൽ ഒരു വിഭാഗത്തിന്റെ നിലപാട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.